ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ബൈബിളൊക്കെ വായിക്കുമ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയമാണ് ഞാൻ നിങ്ങളായിട്ട് പറയണത്. ഈ പിശാച് എന്തുകൊണ്ടാണ് ഈ ഏദൻ തോട്ടത്തിലൊക്കെ പാമ്പിൻ്റെ രൂപത്തിൽ വരിക? ഒത്തിരി രൂപങ്ങളിലൊക്കെ പിശാചിനെ പാമ്പായിട്ട് ചിത്രീകരിച്ചിട്ടാണ് അവിടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ഈ ബൈബിളിലൊക്കെ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ വേറെ ഏതെങ്കിലുമൊക്കെ ജീവിയായിട്ട് വരാൻ പാടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഈ പാമ്പായിട്ട് തന്നെ ഈ പിശാച് വരിക? ഇവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ബൈബിൾ എഴുതിയ പശ്ചാത്തലം. യഹൂദന്മാർക്ക് അവർ വാഗ്ദാന നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ ആ പ്രദേശത്തേക്ക് അവർ താമസമാക്കുമ്പോൾ അവിടെ ഉണ്ടായ ജനവിഭാഗങ്ങൾ, അവിടെ ജീവിച്ചിരുന്നവർ, അവർ ഈ സർപ്പത്തേക്ക് ആരാധിക്കുന്നവരായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ നാഗപൂജ, സർപ്പക്കാവ്, സർപ്പദോഷം, നാഗമാണിക്യം, അങ്ങനെ ഒത്തിരി നാഗത്തെ അല്ലെങ്കിൽ സർപ്പത്തെ പാമ്പിനെയൊക്കെ ഒരു ദൈവമായിട്ട് കാണുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. അപ്പോൾ ഈ കാനാൻ ദേശത്തേക്ക്, അതല്ലെങ്കിൽ ഇന്നത്തെ ഈ പലസ്തീൻ നാട്ടിലെ ആ കാലത്തെ ജനവിഭാഗങ്ങളെല്ലാം ഈ സർപ്പത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഈ പുരാണ ജനതകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ബഹുഭൂരിഭാഗവും ഈ സർപ്പത്തെ ആരാധിക്കുന്നവരായിരുന്നു. കാരണം നമുക്കറിയാം, പാമ്പിനെ എല്ലാവരും ഭയത്തോടെ കണ്ടിരുന്നു. കാരണം പണ്ട് കാലത്ത് പാമ്പ് കടിച്ചാൽ പിന്നെ വേറെ മരുന്നൊന്നുമില്ല, പെട്ടെന്ന് ആൾ മരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഭയത്തോടെയും ഇതിനെന്തോ അസാമാന്യ ശക്തി ഉണ്ടെന്നൊക്കെ കരുതി ദൈവമായിട്ടൊക്കെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ബൈബിൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവരെല്ലാം ആരാധിക്കുന്ന ഈ സർപ്പം അത് ദൈവത്തിൻ്റെ കേവലം ഒരു സൃഷ്ടിയാണ്. അതിനെ പുറകെ പോയി അതിനെ ആരാധിക്കാൻ പോകരുത്. അത് പിശാചാണ് അങ്ങനെയുള്ള ആരാധന, പൈശാചിക ആരാധനയാണ് അങ്ങനെയുള്ള ആരാധന. ഈ സന്ദേശം പറയാനായിട്ടാണ് കൃത്യമായിട്ട് ബൈബിളിൽ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുക. ഇത് ബോധ്യമുള്ള ഒരു വ്യക്തി വീണ്ടും ആ നാഗാരാധന, സർപ്പാരാധന കാണുമ്പോൾ അതിൻ്റെ പിറകെ പോകില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് പൈശാചിക ആരാധന അല്ലെങ്കിൽ പൈശാചിക പ്രലോഭനത്തിൽ നിന്ന് വന്നതാണ്. നമ്മൾ ആരാധിക്കേണ്ടത് തിരുവചനപ്രകാരം ഏകസത്യ ദൈവമായ പിതാവാം ദൈവത്തെയും അവിടെ നിന്ന് അയച്ച യേശു ക്രിസ്തുവിനെയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറിയാത്ത മറ്റുള്ളവർക്കും നിങ്ങൾ പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.